നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന അടാട്ട് ശിവവിഷ്ണു ക്ഷേത്രത്തിലാണ്. മുമ്പിൽ വിഷ്ണു ക്ഷേത്രം, പിറകിൽ ശിവക്ഷേത്രം. മഹാദേവനും മഹാവിഷ്ണുവും ഈ പുണ്യക്ഷേത്ര ഭൂമിയിൽ കുടികൊള്ളുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ ശിവക്ഷേത്രം അതിപുരാതനമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ഇനി വേറൊരു പ്രത്യേകത പറയാനുള്ളത്, പരമഭാഗവതയായ മഹാഭക്തയായ കുറൂരമ്മയുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. യശോദമ്മയെ പോലെ തന്നെ ഉണ്ണികൃഷ്ണനെ ലാളിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ച ആ മഹായോഗിനിയുടെ ഓർമ്മകളും ഈ ക്ഷേത്രഭൂമി നമ്മിൽ ഉണർത്തുന്നുണ്ട്. ആ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങണം. അതിനായി ഇവിടെ കുടികൊള്ളുന്ന കൈലാസനാഥനും വൈകുണ്ഠനാഥനും അനുഗ്രഹിക്കട്ടെ. തൃശൂർ ജില്ലയിൽ തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയായി അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അടാട്ട് ശിവവിഷ്ണു ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പൗരാണികത അവകാശപ്പെടുന്ന ഒരു പുണ്യക്ഷേത്രമാണ്. മഹാദേവനും മഹാവിഷ്ണുവും പ്രത്യേക ക്ഷേത്രങ്ങളിലായി കുടികൊള്ളുന്നുവെങ്കിലും ഈ ക്ഷേത്ര സമുച്ചയം ഒറ്റ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന 2 ക്ഷേത്രങ്ങളിൽ ഉയർന്ന ഭൂവിഭാഗത്തിൽ മുമ്പിലായി വിഷ്ണു ക്ഷേത്രവും പിറകിൽ താഴോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. 2 ക്ഷേത്രങ്ങളിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ട് അധികം കാലമായിട്ടില്ല എന്ന് വ്യക്തമാണ്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ 26ാമത് പരാമർശിക്കപ്പെടുന്ന ഇവിടുത്തെ ശിവക്ഷേത്രത്തിനാണ് ഏറ്റവും പഴക്കമുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വലിയ ബലിക്കല്ലും ബലിക്കൽ പുരയും വിശാലമായ വാതിൽ മാടവും നമസ്കാര മണ്ഡപവുമുള്ള ഈ ക്ഷേത്രത്തിൽ ചതുരശ്രീകോവിലിനുള്ളിൽ ഗർഭഗൃഹത്തിൽ ദിവ്യമായ ചെറിയ ശിവലിംഗത്തിൽ കൈലാസനാഥൻ പരിലസിക്കുന്നു. നമസ്കാര മണ്ഡപത്തിൽ നന്ദികേശ്വരനും വലതുഭാഗത്ത് വേറൊരു ശ്രീകോവിലിൽ ദക്ഷിണാമൂർത്തി, ഗണപതി എന്നീ ഉപദേവതമാരും നാലമ്പലത്തിന് പുറത്ത് സ്വതന്ത്ര ശ്രീകോവിലിൽ അയ്യപ്പസ്വാമിയും പിന്നെ നാഗദേവതമാരും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. ശിവക്ഷേത്രത്തിന് പിറകിലായി പടിഞ്ഞാറ് ഭാഗത്ത് വിശാലമായ ക്ഷേത്രക്കുളവും പാടശേഖരങ്ങളും കാണുവാനുണ്ട്. ചെമ്മങ്ങാട്ടുമന ഊരാളസ്ഥാനത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ വേറെ ഐതിഹ്യകഥകൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ലാതായിരിക്കുന്നു. കുറൂർമന ഊരാളസ്ഥാനത്തുള്ള വിഷ്ണു ക്ഷേത്രം പിന്നീട് വന്നതാണെന്നും ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് വില്വമംഗല സ്വാമിയാരാണെന്നുമൊക്കെ കഥകളുണ്ട്. ചതുര ശ്രീകോവിലിലാണ് വൈകുണ്ഠനാഥൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. സാമാന്യം വലിയ വിഗ്രഹമാണ്. മുമ്പിൽ നമസ്കാര മണ്ഡപമുണ്ട്. വലതുവശത്തെ അറയിൽ കുറൂരമ്മ ദിവസവും പൂജിച്ചിരുന്ന കുറൂർമനയിലെ പരദേവതകളായ ശ്രീകൃഷ്ണൻ, വടക്കുംനാഥൻ, കല്ലേകുളങ്ങര ഭഗവതി, ഗണപതി എന്നീ പ്രതിഷ്ഠകളും ഈ വിഷ്ണു ക്ഷേത്രത്തിലുണ്ട്. വേലൂർ വെങ്ങിലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനെ കുറിച്ച് വ്ലോഗ് ചെയ്ത വേളയിൽ കുറൂർമന അവിടെ നിന്നും ഇങ്ങോട്ടേക്ക്, അതായത് അടാട്ട് എന്ന ദേശത്തേക്ക് മാറുകയുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 2ഇടത്തും കുറൂരമ്മ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ അമ്മയും ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട കഥകൾ അവിടെയും ഇവിടെയും പ്രചാരത്തിലുണ്ട്. അടാട്ട് എന്ന സ്ഥലനാമം വന്നതുപോലും ഈ ഒരു ശ്രീകൃഷ്ണ ലീലയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. ആധികാരിക രേഖകൾ ലഭ്യമല്ലെങ്കിലും 1570 തൊട്ട് 1640 വരെയാണ് കുറൂരമ്മയുടെ ജീവിത കാലഘട്ടം എന്ന അനുമാനങ്ങളുണ്ട്. പരൂർ എന്ന ഗ്രാമത്തിലെ പുറയന്നൂർ മനയിലെ ഗൗരി എന്ന പെൺകുട്ടിയെ കുറൂർമനയിലെ ബ്രഹ്മസ്വം മഠത്തിലെ വേദാധ്യാപകനായിരുന്ന നമ്പൂതിരി വേളി കഴിച്ചു കൊണ്ടുവരുമ്പോൾ ആ കുട്ടിക്ക് കഷ്ടി 16-17 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജന്മനാ കൃഷ്ണഭക്തയായിരുന്ന ആ കുട്ടിക്ക് ലൗകിക ജീവിതത്തിനോടൊട്ടും താല്പര്യമില്ലായിരുന്നു. ഏറെ താമസിയാതെ തന്നെ വിധവയായി മാറുകയും ചെയ്തു. സന്താനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഒരു വലിയ മനയിൽ ഏകാകിനിയായി ആ പെൺകിടാവ് ജീവിച്ചു കൊണ്ടിരുന്നു.
ഏത് വിപരീത സാഹചര്യത്തിലും തൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ട പൊന്നുണ്ണിക്കണ്ണനെ പൂജിക്കുവാൻ ആ പെൺകുട്ടി മറന്നതേയില്ല. കൃഷ്ണഭക്തിയുടെ തണലിൽ അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന അവളുടെ ആ നിതാന്തമായ കൃഷ്ണഭക്തി ഇല്ലത്തെ മറ്റുള്ളവരിൽ പരിഹാസം ജനിപ്പിച്ചു. അങ്ങനെ കാലം ഒത്തിരി കടന്നുപോയി. ഏകയായി പ്രായത്തിൻ്റെ അവശതകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കുറൂരമ്മയുടെ അടുത്തേക്ക് ഒരിക്കൽ ഒരു തേജോമയനായ ഒരു ഉണ്ണി എത്തിച്ചേർന്നു. ഉണ്ണി എവിടെത്തിയാ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഞാനിവിടെ അടുത്തൊക്കെ തന്നെ ഉള്ളതാ എന്ന് ആ കുട്ടി മറുപടി പറഞ്ഞു അത്രേ. അങ്ങനെ ആ ഉണ്ണിയുടെ ആ വികൃതിയിൽ, ആ സാമീപ്യത്തിൽ, ആ ഒരു ദിവ്യമായ ഇടപെടലുകളിൽ ആ അമ്മ സർവ്വതും മറന്നു. യശോദമ്മയോട് കാണിച്ച കുറുമ്പ് മുഴുവൻ കുറൂർ മനയിലെ അമ്മയോടും കണ്ണൻ കാണിക്കുവാൻ തുടങ്ങിയത്രേ. വികൃതി കാണിക്കുന്നതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഉണ്ണി തയ്യാറായി. കുട്ടിക്കളി മുത്തുമൂത്ത് കലമുടച്ചപ്പോൾ കുട്ടകത്തിലടച്ചിട്ടു കുറൂരമ്മ. അരിമാവിൽ ചന്ദനമിട്ടു, പുൽപ്പായിൽ ചാണകമിട്ടു, പലകപ്പുറത്തോ കരിയുമിട്ടു. ഇങ്ങനെ ശ്രീകൃഷ്ണ ലീലകൾ ആ മനയിൽ ഇങ്ങനെ ഭഗവാൻ ആടുവാൻ തുടങ്ങി. ഓരോന്നും അമ്മയ്ക്ക് ഭഗവാൻ സമ്മാനിച്ച കൃഷ്ണാനുഭവങ്ങളായിരുന്നു. ഒരിക്കൽ പൂജാ ആവശ്യങ്ങൾക്കായി കുറൂരമ്മ കുറെ അവിലെടുത്ത് കുത്തിവെച്ചു. അപ്പോൾ കുസൃതിക്കണ്ണൻ എന്തു ചെയ്തുന്നോ, ആ അവിലിൽ കുറെ ഉമിയെടുത്തിട്ട് കലർത്തി വെച്ചു. എന്നിട്ട് അങ്ങോട്ട് മാറി ഒരിടത്ത് പോയിരുന്നു. അമ്മ പൂജാ സമയമായപ്പോൾ അവിലെടുക്കാൻ വന്നപ്പോൾ അവിലിൽ നിറച്ചു ഉമി കണ്ടു. അമ്മയ്ക്ക് ആളെ മനസ്സിലായി. എന്തിനാ ഉണ്ണി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ഉമി കൂടി അവിലിലേക്ക് ഇട്ടിട്ട് ഓടാൻ ഭാവിച്ചു. അമ്മ പിറകെ ഓടി. ആ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ അമ്മയ്ക്ക് അവസാനം കിട്ടി. വേഗം എന്തു ചെയ്തുവെന്നോ, ഇല്ലത്ത് അരി വറക്കുവാൻ ഉപയോഗിക്കുന്ന കരിയുള്ള വലിയൊരു കലമുണ്ടായിരുന്നു. ആ കലത്തിലിട്ട് ഉണ്ണിയെ അടച്ചു വെച്ചു. അങ്ങനെ ഉണ്ണിക്കണ്ണനെ കുറൂരമ്മ കലത്തിൽ അടച്ചു വെച്ചത് ഈ പുണ്യഭൂമിയിൽ ആണെന്നാണ് വിശ്വാസം. അങ്ങനെ കണ്ണനെ അടച്ചു വെച്ച ദേശമാണത്രേ അടാട്ട് എന്ന പേരിൽ പ്രശസ്തമായത് എന്ന് സ്ഥലമാഹാത്മ്യം പറയുന്നു. കുഞ്ഞിക്കണ്ണൻ കുറൂരമ്മയുടെ അരിക്കലത്തിൽ കിടക്കുന്ന നേരം വില്വമംഗല സ്വാമിയാർ ഭഗവത് പൂജ ചെയ്യുന്ന സമയമായിരുന്നു. സാധാരണ അദ്ദേഹം പൂജയും ധ്യാനവുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭഗവത് ദർശനം പതിവുള്ളതാണ്. എന്നാൽ അന്ന് കുറേ നേരമായിട്ടും കണ്ണനെ കാണുന്നില്ല. സ്വാമിയാർക്ക് ആദിയായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേഹത്ത് മുഴുവൻ കരിയുമായിട്ട് വരുന്നു. കണ്ണൻ്റെ ദേഹത്ത് മുഴുവൻ കരിയോ? എന്താ ഭഗവാനെ ഇത്? അവിടുന്ന് എന്താണ് വരാൻ വൈകിയത്? എന്താണിങ്ങനെ ദേഹത്തൊക്കെ കരിയെന്ന് സ്വാമിയാർ ചോദിച്ചപ്പോൾ കുറൂരമ്മ എന്നെ കരിക്കലത്തിൽ അടച്ചതായിരുന്നു സ്വാമിയാരെ. അമ്മ ഇപ്പോഴാണ് എന്നെ തുറന്നു വിട്ടത്, അതാണ് ഞാൻ വൈകിയത് എന്ന് ഭഗവാൻ മറുപടി കൊടുത്തു അത്രേ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ അമ്മയുടെ ഭാഗ്യം, ഭഗവാനെ ലാളിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ആ മഹായോഗിനിയായ ഭക്തയെക്കുറിച്ച് വില്വമംഗല സ്വാമിയാരും ആലോചിച്ചു. യശോദമ്മയെപ്പോലെ പുണ്യം ചെയ്ത ഒരമ്മ ആ മഹായോഗിനിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം മനസ്സുകൊണ്ട് അപ്പോൾ വില്വമംഗല സ്വാമിയാർ നമസ്കരിച്ചു എന്നാണ് കഥ. ഒരിക്കൽ വില്വമംഗല സ്വാമിയാരെ കുറൂരമ്മ ഇല്ലത്തേക്ക് ഭിക്ഷയ്ക്കായി ക്ഷണിച്ചു. സ്വാമിയാർ ആദ്യം ക്ഷണം സ്വീകരിച്ചുവെങ്കിലും അദ്ദേഹത്തിനെ അന്നു തന്നെ ചെമ്മങ്ങാട്ട് ഭട്ടത്തിരിയും ക്ഷണിച്ചു. അപ്പോൾ ചെമ്മങ്ങാട്ട് ഇല്ലത്തേക്ക് പോവാം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ ശിഷ്യന്മാരെല്ലാവരും പോവാൻ നേരത്ത് ശംഖ് ഊതാൻ തുടങ്ങിയപ്പോൾ ശംഖിൽ നിന്നും ശബ്ദം വരുന്നില്ല എന്ന് മനസ്സിലായി. വേഗം അദ്ദേഹത്തിന് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാവുകയും ധ്യാനനിഷ്ഠനാവുകയും ചെയ്തു. മനസ്സിലായി, ഇപ്പോൾ തന്നെ നമുക്ക് കുറൂർ മനയിലേക്ക് തന്നെ പോകണം എന്ന് സ്വാമിയാർ പറയുകയും ആ സമയത്ത് കൃത്യമായി ശംഖിൽ നിന്നും ശബ്ദം വരികയും ചെയ്തു. അങ്ങനെ അമ്മയുടെ ആ മനയിൽ സ്വാമിയാർ എത്തിച്ചേർന്നു. അപ്പോൾ അമ്മയ്ക്ക് കൂട്ടായിട്ട് നിന്ന ആ തേജോമയനായ ഉണ്ണിയെ സ്വാമിയാർ ശ്രദ്ധിച്ചു. എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അമരപ്പന്തലില് ആ പയറൊക്കെ ഇങ്ങനെ കയറി പറിച്ചെടുക്കുന്നുണ്ട്. സർവ്വ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ആ സച്ചിദാനന്ദ ബ്രഹ്മമായ ഭഗവാനെ കണ്ട് സ്വാമിയാർ ആനന്ദ നിർവൃതിയിൽ ആറാടി എന്നാണ് കഥ. ഈ ചെമ്മങ്ങാട്ടില്ലം ഈ ദേശത്ത് തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ ഒത്തിരി കഥകൾ ആ പരമഭക്തയെ സംബന്ധിച്ച് പ്രചാരത്തിലുണ്ട്. എത്രയോ പേർക്ക് അസുഖങ്ങൾ മാറ്റിയ ഐതിഹ്യങ്ങളൊക്കെ പ്രശസ്തമാണ്.
കുറൂരമ്മയെക്കുറിച്ച് വാമൊഴികളായി പ്രചരിക്കുന്ന എല്ലാ കഥകളും വക്താവിലും ശ്രോതാവിലും നിറയ്ക്കുന്നത് നിഷ്കളങ്കമായ ഭക്തിയും ആർദ്രതയും വിശുദ്ധമായ ചിന്തകളും നന്മയുമാണ് എന്നത് ശ്രദ്ധേയമാണ്. അതും ഭക്തിയുടെ മാഹാത്മ്യം തന്നെയാണ്. അവസാന കാലത്ത് അമ്മ ഭഗവാന്റെ മടിയിൽ കിടന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ചും കൊണ്ടാണ് ഭഗവത്പദം പൂകിയത് എന്നാണ് ഐതിഹ്യം. ദേവകീ നന്ദന സ്രഷ്ട ക്ഷിതീശ പാപനാശന എന്ന ആ ഭാഗം എത്തിയപ്പോൾ സാക്ഷാൽ ഭഗവാന്റെ തിരുനയനങ്ങളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ പുണ്യവതിയായ ആ ഭക്തയുടെ മുഖത്തേക്ക് പതിച്ചുവത്രേ. ആ ദിവ്യമായ നിമിഷത്തിൽ തൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ഭഗവാന്റെ ആ തിരുമുഖം കൺകുളിർക്കെ കണ്ടുകൊണ്ട് പുണ്യവതിയായ ആ അമ്മ വൈകുണ്ഠപദം പൂകി എന്നാണ് കഥ. ഭഗവാൻ ആ ഭക്തയ്ക്ക് ഉടലോടെയാണ് മോക്ഷം കൊടുത്തത് എന്നൊക്കെ വാമൊഴികളുണ്ട്. നിഷ്കളങ്കമായ ഭക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും മഹാത്മ്യം ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന കുറൂരമ്മ എന്ന മഹായോഗിനിയുടെ ദിവ്യസ്മരണകൾ ഉണർത്തുന്ന ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ ഏറെ പ്രിയപ്പെട്ട ആ അമ്മയ്ക്ക് നമുക്കും ശതകോടി സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കാം. നിത്യവും 2 പൂജകളുള്ള ഈ ക്ഷേത്രത്തിൽ ശിവരാത്രി, അഷ്ടമിരോഹിണി, കുംഭമാസത്തിലെ വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം എന്നിവ ആണ്ടുവിശേഷങ്ങളാണ്. വിഷ്ണു ശ്രീകോവിലിലാണ് ആദ്യം വിളക്ക് വയ്ക്കുന്നത്. നാട്ടുകാർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ഇപ്പോൾ ക്ഷേത്രം ഭരിക്കുന്നത്. ചെമ്മങ്ങാട്ട് മനവകയുള്ള ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ വേദമന്ത്രങ്ങളെ കൊണ്ട് മുറ അഭിഷേകം ചെയ്ത് ചൊറ്റാനിക്കര ഭഗവതിയെ തേജസ്വിനിയാക്കിയ മഹാപണ്ഡിതനായ ചെമ്മങ്ങാട്ട് ഭട്ടതിരിയെയും നമ്മൾ ഓർക്കേണ്ടതാണ്. അടുത്തുള്ള ആമ്പലങ്കാവിലെ ഭഗവതി അദ്ദേഹം സേവിച്ചിരുന്ന സർവേശ്വരിയാണെന്നും വിശ്വാസങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക സ്ഥാനം പുലിയന്നൂർ മനയ്ക്കാണ്. വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും അയ്യപ്പസ്വാമിക്കും പ്രത്യേകം വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. കൈലാസനാഥനും വൈകുണ്ഠനാഥനും പരിലസിക്കുന്ന അതിപുരാതനമായ ഈ ക്ഷേത്ര സമുച്ചയം അനന്തമായ ശാന്തിയും ഗ്രാമീണതയുടെ വിശുദ്ധിയും പരമമായ ആനന്ദവും പങ്കുവെക്കുന്നതിനോടൊപ്പം നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഭക്തി ഒന്നുകൊണ്ട് തന്നെ സർവേശ്വരനെ അറിയാം എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ വാക്കുകളും കൈലാസനാഥൻ്റെയും വൈകുണ്ഠനാഥൻ്റെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണാസമുദ്രം സുമുഖം ത്രിനേത്രം ജഡാധരം പാർവതീവാമഭാഗം സദാശിവം രുദ്രമനന്തരൂപം ചിദംബരേശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വീണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതം പുരതോ മമ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.